മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദൂരമേറിയ ബഹിരാകാശ ദൗത്യമാണ് വോയേജർ 1. 1977 സെപ്റ്റംബർ 5-നാണ് നാസ ഈ പേടകം വിക്ഷേപിച്ചത്. ഇതിൽ സൗരോർജ്ജത്തിന് പകരം പ്ലൂട്ടോണിയം ഉപയോഗിച്ചുള്ള ആണവോർജ്ജ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അന്യഗ്രഹ ജീവികളുടെ അടുത്ത് എന്നെങ്കിലും ഈ പേടകം എത്തുകയാണെങ്കിൽ അവർക്ക് ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഭൂമിയുടെ വിവരങ്ങൾ അടങ്ങിയ ഗോൾഡൻ ഡിസ്ക് പേടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലെ പ്രകൃതി, മനുഷ്യജീവിതം, ശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട 115 ചിത്രങ്ങൾ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ, മനുഷ്യ ശരീരഘടന, ഭൂമിയിലെ നഗരങ്ങൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള താജ്മഹലിന്റെ ചിത്രം എന്നിവയും ലോകത്തിലെ 55 ഭാഷകളിലുള്ള ആശംസകളും ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 1979 വ്യാഴത്തിനരികിലൂടെ കടന്നുപോയ പേടകം വ്യാഴത്തിന്റെ ഉപഗ്രഹത്തിലെ സജീവ അഗ്നിപർവ്വതങ്ങൾ കണ്ടെത്തി ചരിത്രം കുറിച്ചു. തുടർന്ന് 1980 ശനിയുടെ വലയങ്ങളെയും ടൈറ്റനെയും പഠിച്ച ശേഷം ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് അതിവേഗത്തിൽ സൗരയൂഥത്തിന് പുറത്തേക്ക് കുതിച്ചു. 1990 ഏകദേശം 605 കോടി കിലോമീറ്റർ അകലെ നിന്ന് ഭൂമിയുടെ വിഖ്യാതമായ പേൽ ബ്ലൂ ഡോട്ട് ചിത്രം പകർത്തിയത് വോയേജറാണ്. 2012 ഓഗസ്റ്റിൽ സൗരയൂഥത്തിന്റെ അതിർത്തി കടന്ന് നക്ഷത്രാന്തര ബഹിരാകാശത്ത് പ്രവേശിക്കുന്ന ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവായി ഇത് മാറി. നിലവിൽ ഭൂമിയിൽ നിന്നും ഏകദേശം 2400 കോടി കിലോമീറ്റർ അകലെയാണെങ്കിലും അതിപ്പോഴും ഭൂമിയിലേക്ക് സിഗ്നലുകൾ അയക്കുന്നുണ്ട്. 2025ഓടെ RTGയുടെ ഊർജ്ജം ശാസ്ത്രോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത വിധം കുറയുമെങ്കിലും നിശബ്ദമായി അത് കോടിക്കണക്കിന് വർഷങ്ങൾ ഇനിയും പ്രപഞ്ചത്തിലൂടെ യാത്ര തുടരും. നമ്മുടെ പ്രപഞ്ചത്തിലെ ഇത്തരം നിഗൂഢതകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.